ഒരു റിട്ടയർഡ് പോലീസ് ഓഫീസർ എന്നുള്ള രീതിയിൽ സാറിന് എന്താണ് പറഞ്ഞു കൊടുക്കാനുള്ള സമൂഹത്തിനോട്? ഇപ്പോൾ എല്ലാ ജില്ലയിലും ഡി അഡിക്ഷൻ സെൻറ്റേഴ്സും അല്ലെങ്കിൽ എല്ലായിടത്തും സൈക്കോളജിസ്റ്റുകൾ, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകൾ അങ്ങനെയുള്ള സംവിധാനങ്ങൾ എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ ഒരു കുട്ടി ഇങ്ങനെ പെട്ടുപോയി എന്ന് കണ്ടാൽ ഇത്തരം സെൻറ്ററുകളിൽ പോയി ട്രീറ്റ്മെൻറ്റ് തേടുന്നതിന് മടി കാണിക്കാതിരിക്കുക എന്നുള്ളതാണ്. അത് ആ സമയത്ത് തന്നെ അവന് ആവശ്യമായ ഹെൽപ്പ് കൊടുത്ത് അവനെ റീഫോം ചെയ്ത് എടുക്കുക എന്നുള്ളതേ പറ്റത്തുള്ളൂ. അതാണ് ഒരു മാർഗം. ഈ മടി എന്ന് പറയുന്നതിന് ഉപരി ഏറ്റവും കൂടുതൽ പേരൻസ് പറയുന്ന കാര്യം നാണക്കേടാണ്. ഞാൻ അതാണ് ഉദ്ദേശിച്ചത്. മടി എന്നുള്ളത് അത് ഞാൻ ആ വേർഡ് എടുത്ത് പറയുന്നത്, പേരൻസ് കൂടുതലും മടിയേക്കാൾ കൂടുതൽ നാണക്കേടെന്നാണ് പറയുന്നത്, ആ വാക്കാണ് ഉപയോഗിക്കുന്നത്. എൻ്റെ മകൻ അല്ലെങ്കിൽ എൻ്റെ മകൾ ഇങ്ങനെ ആയിപ്പോയി, എൻ്റെ നാണക്കേട് കാരണം എനിക്ക് പൊതുസമൂഹത്തിൽ അല്ലെങ്കിൽ അയൽക്കാരോട് പോലും പറയാനൊന്നും പറ്റുന്നില്ല. അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ചിന്തിച്ചിരുന്നാൽ ആ വ്യക്തി നാശത്തിലേക്ക് കൂടുതൽ നാശത്തിലേക്കോ അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ക്രൈം ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്കല്ലേ പോകത്തുള്ളൂ. അപ്പോൾ അത് പേരൻസും പോയി കൗൺസിലിങ്ങിന് വിധേയനാവണം, കുട്ടിയെയും കൗൺസിലിങ്ങിന് വിധേയനാക്കി ആ കറക്റ്റ് ടൈമിന് അവന് ആവശ്യമായ ട്രീറ്റ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ, അതിപ്പോൾ ഫ്രീ ആയിട്ട് ട്രീറ്റ്മെൻറ്റ് കിട്ടുന്ന സ്ഥലങ്ങളാണ് ഞാൻ ഈ പറഞ്ഞ ഡി അഡിക്ഷൻ സെൻറ്റേഴ്സ് എല്ലാ ജില്ലകളിലും ഉണ്ട്. അതല്ല എങ്കിൽ പൈസ മുടക്കാൻ കഴിയുന്നവരാണെങ്കിൽ അതിനുള്ള സംവിധാനമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സോഴ്സ് ഉപയോഗിച്ചിട്ട് ഇവനെ കറക്റ്റ് ചെയ്തെടുക്കേണ്ടത് തന്നെയാണ്.